മലപ്പുറം തലപ്പാറയ്ക്കടുത്ത് ദേശീയപാത വീണ്ടും ഇടിഞ്ഞു താഴ്ന്നു. വലിയ പറമ്പിൽ അഴുക്കുചാൽ കടന്നു പോകുന്ന ഭാഗത്താണ് പ്രധാന റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. കൂരിയാട് ദേശീയപാത പൊളിഞ്ഞതിന്റെ തുടർച്ചയാണ് വലിയ പറമ്പിലും സംഭവിച്ചതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അത് ഇപ്പോൾ ഈ കൂരിയാടിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വലിയറമ്പ്, തൊട്ടടുത്തല്ലേ. അപ്പോൾ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു. ഇവിടെ പൊട്ടി വീണിട്ടില്ല, പക്ഷേ ഇവിടെ താന്നു. ഓവാലം ഇരുന്നിരിക്കുകയാണ്. ഓവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്നാണ്. ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക്. ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇതെല്ലാം കൂടി ഇവിടെ തൊട്ടടുത്തൊക്കെ ഈ ആളും വീടും ഒക്കെ ഉള്ളതല്ലേ. ഈ ഓവാലം ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ തറ ഇരുന്നു എന്നർത്ഥം. തറ ഇരുന്നാൽ പിന്നെ മേൽക്കൂര നിൽക്കുമോ? സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വലിയ പറമ്പിൽ നിന്ന്. സമീർ, PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് സംഘം ആ മേഖലയൊക്കെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയായ മേഖലയാണോ ഇത്? ഈ കരാർ കമ്പനി എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ സമീർ? ഉന്മേഷ്, നിർമ്മാണം പൂർത്തിയായി ഗതാഗതം നടക്കുന്ന ഇടത്താണ് ഇപ്പോൾ ഈ ഇടിഞ്ഞു താഴുന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന വലിയ പറമ്പിലാണ്. ഇതിനെ തൊട്ട് താഴെ കൂടെ ഒരു അഴുക്കുചാൽ കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗമാണ് ഇടിഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരിയ തോതിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ട് കട്ടകൾ ഒരേ ചേർന്ന അളവിലായിരുന്നു, പക്ഷേ ഇതിൽ ഒരു കട്ട ഒരല്പം താഴ്ന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ സമാനമായ രീതിയിൽ ഇതിൻ്റെ നടുഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ താഴത്തോട്ട് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് താഴെയാണ് ഈ ഓവിച്ചാൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓവിച്ചാലും ഒരല്പം താഴോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സംഘം അല്പസമയം മുൻപ് ഇവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സമഗ്രമായ അന്വേഷണം വിഷയത്തിൽ ആവശ്യമാണ്. കാരണം ദേശീയപാത കടന്നു പോകുന്ന എല്ലായിടത്തും ഇത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ഒരു താഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ 2 ദിവസമായിട്ട് ഈ രൂപത്തിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അത്രത്തോളം നമ്മൾ കാര്യമായിട്ട് ആക്കിയിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് അവിടെ ഗതാഗതം നിരോധിച്ചു. ഇന്ന് രാവിലെ ഇവിടെ പശ പോലെ എന്തൊക്കെയോ കൊണ്ടുവന്ന് ഓട്ടടക്കുന്ന രൂപത്തിലുള്ള പണി കണ്ടപ്പോൾ അപ്പോഴാണ് ഇവിടുത്തെ ആളുകൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ വിള്ളലൊക്കെ പുതുതായിട്ട് സിമെൻ്റ് ഇട്ടാണ്. ഈ കാണുന്നതൊക്കെ പുതിയ സിമെൻറ്റുകളാണ്. അതേപോലെ ഈ ഓവാലത്തിൻ്റെ അടിയിൽ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ അടിയിലേക്ക് ഒരു V ഷേപ്പിൽ ഇരുന്ന രൂപത്തിലുള്ള രൂപമാണ്. തീർച്ചയായിട്ടും അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ തകർന്ന ഒരവസ്ഥയിൽ മുകളിൽ റോഡ് നിൽക്കുക എന്നുള്ളത് പ്രയാസവും. കൂരിയാട് സംഭവിച്ച പോലെ തന്നെ ഏത് നിമിഷവും ഈ കട്ടകൾ മറിഞ്ഞ് യാത്രക്കാരുടെ മുകളിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിൽ, വളരെ അപകടകരമായ അവസ്ഥയിൽ. ഇവിടെ ഏകദേശം 10 മീറ്ററിലധികം 15 മീറ്ററോളം ഉയരത്തിലാണ് ഈ റോഡ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ചതുപ്പ് നിലയാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ്. ഈ പറ വലിയ പറമ്പ് എന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. വലിയ പ്രയാസത്തിലാണ്. ജനങ്ങൾക്ക് ഭയരഹിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ കെട്ടിപ്പൊക്കിയ എല്ലായിടത്തെയും റോഡുകൾ പരസ്പരം തകരുന്ന, അതായത് കൂരിയാട്ട് നിന്നും ഏകദേശം ഒരു 2-3.5 കിലോമീറ്റർ അകലത്ത് മാത്രമാണ്. ഇതിന് നേരെ അപ്പുറത്ത് ഒരു 300 മീറ്റർ അപ്പുറത്താണ് വിള്ളലുണ്ടായത്. തലപ്പാറയിലെ വിള്ളൽ, ആ പശ ഒട്ടിക്കുന്നൊക്കെ നമ്മൾ കണ്ടല്ലോ, അത് ഉണ്ടായത് 300 മീറ്റർ അപ്പുറമാണ്. അപ്പോൾ ഇവിടെ നിരന്തരം ഇത്തരത്തിൽ കെട്ടിപ്പൊക്കിയ സ്ഥലത്ത് ഈ അപകട ഭീഷണി ഉള്ളത് വലിയ പ്രയാസമാണ് ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത്. ഈ മഴ പെയ്തു കഴിഞ്ഞാലാണ് കൂടുതൽ ആശങ്കയിലേക്ക് മാറല്ലേ? മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആശങ്കയ്ക്ക് പോകും. കാരണം ഇത് നിങ്ങൾ ഈ പ്രദേശം കണ്ടില്ല, ഇത് വയൽ പ്രദേശമാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ണ് കൃത്യമായി പരിശോധിച്ചിട്ടില്ല. ഇതിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കാതെ എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ നടുവിൽ V ഷേപ്പിലാണ് ഇതിൻ്റെ ഭാഗം മാറിയിട്ടുള്ളത്. നിങ്ങൾ ഈ പരിസരം നോക്കിയാൽ ഇത് പുതിയ സിമെൻറ്റാണ്. ഈ പുതിയ സിമെൻറ്റുള്ള ഈ സൈഡ് കെട്ടിയ ഭാഗം ഇതിൻ്റെ കട്ട പരിശോധിച്ചാൽ മുഴുവൻ വിണ്ട് കയറിയിട്ടുണ്ട്. ഇത് കൂരിയാട് ആവർത്തിക്കാൻ പോകുന്നു എന്നൊരു ഭീതി ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. അതെന്തായാലും അത് അകറ്റണം. ശരിക്കും നാട്ടുകാരെ ഭീതി അകറ്റി തന്നെ വേണം. ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ ഹൈവേയിലുള്ള ഗതാഗതം അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ സമരം ചെയ്തതിന് ശേഷമാണ് അവിടെ തുറന്നത്. എന്തിനാണ് അവർ ക്ലോസ് ചെയ്തത്? വർക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ വർക്കില്ല. അപ്പം അവർക്കും ഇതിലൊരു ഭീതിയുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളതും നടന്നത് എന്താണെന്നുള്ളതും ഒരു കാര്യം പുറത്തു വിടേണ്ടതുണ്ട്. എന്താണ് DPR എന്നുള്ളത് പുറത്തു വിടണം. ശരിക്കും ജനങ്ങളെ ആശങ്ക അകറ്റണം. ഉന്മേഷ്, ഇവിടെയും കൂരിയാടിന് സമീപമായി വലിയ ഉയരത്തിലാണ് ഈ പാത കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകട ഭീഷണി കൂടുതലാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പങ്കുവെക്കുന്നത്. ഉന്മേഷ്, ശരി. സമീർ ബിൻ കരീമാണ് വലിയ പറമ്പിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്.